കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വീഡിയോ സന്ദേശങ്ങളുടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ഈ തിരുവചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ തക്കോണം കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ചിന്തയ്ക്കായി റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഹല്ലേലൂയ. റോമയിലുള്ള സഭയിലുള്ള എല്ലാ വിശ്വാസികളോടും പൗലോസ് വിളിച്ചു പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ റോമിലുള്ള വിശ്വാസികളോട് ഓർമ്മിപ്പിക്കുന്നത് കാര്യം എന്താണ്? ബുദ്ധിയുള്ള ആരാധനയായി മാറണം. ഇന്നും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിയുള്ള ആരാധനയായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതെങ്ങനെയായിരിക്കണം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ആരാധിക്കുവാനും ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ മാലിന്യമായ അവസ്ഥകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കർത്താവിൽ നമ്മളെ ഏൽപ്പിച്ച്, കർത്താവിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ ഉപദേശങ്ങളും ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ പ്രവചനങ്ങൾ കേട്ട് കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയോടെ മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് യാഗമായുള്ള സമർപ്പണമായുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധിയോട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ 2-ാം വാക്യം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. അപ്പോൾ നമ്മൾ വിശുദ്ധിയോട് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൽ പലവിധമായ രീതിയിലുള്ളതായ മോഹങ്ങളുണ്ട്. അത് പൈശാചികമായ രീതിയിലും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം പലവിധമായ തന്ത്രങ്ങൾ മെനയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ നമ്മൾ ലോകത്തിന് അനുരൂപമാകാതെ, അതിനോട് ഇഴുകിച്ചേരാതെ, ഹല്ലേലൂയ, നമ്മൾ എന്തായി മാറണം? ഇഴുകി മാറാതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം ഓരോ ദിനങ്ങൾ കഴിയും തോറും കർത്താവിൽ രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, നാം ദൈവസന്നിധിയിൽ എത്രത്തോളം വിശുദ്ധിയോട് ജീവിക്കുന്നുവോ അത്രത്തോളം കർത്താവായ ദൈവം നമ്മുടെ
ജീവിതത്തിൻ്റെ എല്ലാ നിലകളിലും കർത്താവ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവിൽ നമ്മെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായി ജീവിക്കുവാൻ കർത്താവിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.